السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, അൽ മവാഹിബുൽ ജലിയയിൽ നിന്നുള്ള ഖുർആൻ ഷരീഫ് എന്ന ഭാഗത്തിൽ നിന്നുള്ള ഒന്നാം ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. മഹാനായ തഴവ ഉസ്താദിന് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഖുർആൻ കലാമുല്ലാഹിയാണെന്നോർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. അതിനുള്ള പേരായി മുസ്ഹഫെന്ന് വിളിച്ചതാ ഒന്നാം ഖലീഫ തന്നെ പേരതിനിട്ടതാ. ഇത് നീ റിസാലത്തുൽ ബുദൂർ എടുത്തൊന്ന് നോക്കുന്ന പക്ഷം കാണുമേ ശരിക്കന്ന്. മുസ്ഹഫിലെ മീമിന് 3 ഹറക്കത്തുള്ളതാ, എന്നും നിഹായയിൽ നോക്കിയാൽ കാണുന്നതാ. ഫത്ഹിന്റെ പെരുമാറ്റം ഗരീബാണെന്ന് മുഗ്നിയതിൽ പറയുന്നടോ നോക്കന്ന്. ഖുർആന്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ, അത് പള്ളിയെന്നാൽ തന്നെയും ചെയ്യല്ലേ. ഖുർആന്റെ അക്ഷരങ്ങൾ ഭിത്തിയിൽ എഴുതാൻ പാടില്ല, അത് പള്ളിയുടെ ആണെങ്കിൽ പോലും. ഒന്നാം ജുസ് 156 ഷെർവാനി നോക്കാം യുക്റഹു എന്നുണ്ടതിൽ. മുസ്ഹഫ് അമുസ്ലിം കൈവശം കൊടുക്കല്ലേ, മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ. വിശുദ്ധ ഖുർആൻ ശുദ്ധിയോട് കൂടിയേ എടുക്കാൻ പാടുള്ളൂ, ശുദ്ധിയുള്ളവർക്ക് മാത്രമേ അത് നൽകാൻ പാടുള്ളൂ. അതാണ് നിയമം. ഖുർആൻ, വിശുദ്ധ ഖുർആൻ അത് വിശുദ്ധമായ ഗ്രന്ഥമാണ്. അതിനോടുള്ള ബഹുമാനങ്ങൾ നമ്മൾ നിലനിർത്തണം. ആദരവോടുകൂടി മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ. അത് ഹൈക്കലായാൽ തന്നെയും ശരിയല്ല, ബഹുമാനമുണ്ടവർക്കെങ്കിലും പാടില്ല. അന്യവർക്ക് കൊടുക്കാൻ പാടില്ല വിശുദ്ധ ഖുർആൻ. ആ നിയമം വളരെ പാലിക്കേണ്ടതാണ്. എഴുതല്ല ഖുർആൻ നജസ് കൊണ്ട് നീ തീരെയും പൊറുക്കപ്പെടും, നജസാണതെന്നാൽ തന്നെയും. നജസ് കൊണ്ട് എഴുതാൻ പാടില്ല ഖുർആൻ. പവിത്രമായ ഖുർആനെ സൂക്ഷിക്കണം. അനർബിയിൽ എഴുതൽ ഹറാമാണെന്ന് ഫതുഹുൽ മുഈനിൽ വ്യക്തമായി പറയുന്നു. ഖുർആന്റെ വചനങ്ങൾ അറബി അല്ലാത്ത ഭാഷയിൽ എഴുതാൻ പാടില്ല. ഫതുഹുൽ മുഈനിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അയ്യൂബിയിൽ ഇത് 2 ജായിസാണെന്നുണ്ട്, ഷെർവാനിയും അത് തന്നെ പറയുന്നുണ്ട്. എഴുതാം അതിന്ത്യൻ ഭാഷയിൽ എന്നുണ്ട്, റംലി ഇമാം അത് കൊണ്ട് ഫത്വയുമുണ്ട്. എഴുതുൽ ഹറാം എന്നുള്ളതാ പ്രാബല്യവും, ഇബ്നുൽ ഹജർ തങ്ങൾക്കാതാണ് അനുഭാവവും. മുസ്ഹഫ് വരുന്നത് കണ്ടു നീ എഴുന്നേൽക്കണേ, തൗറാത്ത് കണ്ടെഴുന്നേറ്റു നബി എന്നോർക്കണേ. മുസ്ഹഫ് കൊണ്ടുവരുന്നുണ്ട് എന്ന് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന ആദരവോടുകൂടി. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കപ്പെട്ട തൗറാത്ത് കണ്ടിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ഇത് തുഹഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ, 156 വിവരിച്ചതാ. നനവുള്ള തുപ്പലിനാൽ തൊടല്ലേ മുസ്ഹഫിൽ, ഇബ്നുൽ ഹജർ പറയുന്നു തന്റെ ഫതാവയിൽ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ
നാക്കിൽ വിരൽ കൊട്ട് മുസ്ഹഫ് മറിക്കുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. എന്നാൽ ഉപ്പുനീര് കൊണ്ട് തൊട്ട കൈ കൊണ്ട് ഖുർആൻ മറക്കരുത്, മടക്കരുത്, പാടില്ലാത്തതാണ്, മറിക്കരുത്. അത് ഗുണമില്ലാത്ത കാര്യമാകുന്നു. നീ മുസ്ഹഫിൽ നിന്നും നജസ് നീക്കേണ്ടതാ, നഷ്ടം സംഭവിച്ചാൽ തന്നെയും ചെയ്യേണ്ടതാ. ഖുർആനിൽ നജസ് വീണു, രക്തം വീണു, അല്ലെങ്കിൽ മറ്റ് നജസുകൾ വീണു എന്നാൽ അത് ഖുർആനിൽ നിന്ന് നീക്കം ചെയ്യണം. നീക്കം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പേജ് നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും. എന്നാൽ പോലും അത് ചെയ്യേണ്ടതാണ്. സയ്യിദുനാ ഉസ്മാൻ തൻ്റെ ചോര തെറിച്ചതിൽ വീണല്ലോ, ഫസയക്ഫികുഹും മായത്തതിൽ. വധിക്കപ്പെടുമ്പോൾ മുസ്ഹഫും അടുത്തുണ്ട്, നീക്കിക്കളഞ്ഞുടൻ രക്തവും എന്നുണ്ട്. ബഹുമാനപ്പെട്ട അലി, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാനവറുകളെ വധിക്കുന്നത്. വധിക്കാൻ തൻ്റെ ശരീരത്ത് മുറിവേൽപ്പിച്ചപ്പോൾ അതിൽ നിന്ന് രക്തത്തുള്ളികൾ ഖുർആനിൽ പതിച്ചു. ഇത് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവர்கள் എന്ത് ചെയ്തു? അത് നീക്കം ചെയ്യപ്പെട്ടു ഖുർആനിൽ നിന്ന്. നജസ് ശുദ്ധമല്ലാത്ത നജസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാനവറുകൾ ആ ഖുർആന്റെ പേജുകളിൽ നിന്ന് അതിനെ നീക്കം ചെയ്തു കളഞ്ഞു. അൽ കഫീല ഖുർആന്റെ മദ്യം അറിയണേ, അതിലുള്ള വലിയ തലത്തഫാണെന്നോർക്കണേ. ഖുർആന്റെ മധ്യഭാഗം എവിടാണ്? അത് സൂറത്ത് അൽ കഫീലാണ്. ഇതുപോലെ ബുസ്താൻ ആരിഫീനയിലുള്ളതാ, 199 വിവരിച്ചതാ. സൂറത്തിന്റെ മധ്യഭാഗം അൽ കഫീലാണ് എന്ന് ഈ പറയപ്പെട്ട ഗ്രന്ഥത്തിൽ രചിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു. സൂറത്തിന്റെ മധ്യഭാഗം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഒഴിവാകാതെ പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്ത് അൽ കഹ്ഫ്. അത് സ്ത്രീകൾക്കും പാരായണം ചെയ്യാം. ജുമുഅയ്ക്ക് പോകുന്ന പുരുഷന്മാരത് മുടങ്ങാതെ പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്ത് അൽ കഹ്ഫ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച രാവുകളിൽ സ്വലാത്ത് നബിയുടെ മേൽ അധികരിപ്പിക്കലും വളരെയധികം പുണ്യമുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗള ഷരീഫിൽ നിന്ന് കിടന്ന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ നേരിട്ട് കേൾക്കുന്നതാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവ് അഥവാ വെള്ളിയാഴ്ചയും ഒക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അധികരിപ്പിക്കണം. മുത്തുനബിയുടെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചാൽ ഈ ദിവസങ്ങളിൽ മുത്തുനബി നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നേരിട്ട് കേൾക്കുകയും നമ്മൾക്ക് മറുപടി പറഞ്ഞു ദുആ ചെയ്യുകയും ചെയ്യുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ പഠിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ഇക്കഴിഞ്ഞ ഞായറാഴ്ച നമ്മളിൽ നിന്നും മരണപ്പെട്ട ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും വർക്കല മന്നാനിയുടെ പ്രിൻസിപ്പലുമായ ആദരണീയനായ ഉസ്താദ് കെ.പി. അബൂബക്കർ ഹസ്രത്ത് നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞ മഹാനവറുകൾക്കും, നമ്മളിൽ നിന്ന് മൺമറഞ്ഞ ഉസ്താദുമാർ, സഹോദരിമാർ, ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും അവരിൽ നിന്നും വന്നുപോയ പിഴവുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവലും കരുണയും നൽകട്ടെ. നമ്മുടെ മക്കൾക്കും നമുക്കും കുടുംബജീവിതത്തിൽ സന്തോഷവും റാഹത്തും നൽകട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും സിയാറത്തും
കുടുംബസമേതം ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഈ ലോകത്തോട് വിട പറയുന്ന ദിവസം, സമയം, സ്ഥലം നല്ലതായി തീരാൻ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട്, മുത്തുനബിയെ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് നമ്മൾക്ക് വിട പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവിധമായ വിപത്തുകളിൽ നിന്നും അള്ളാഹു കാവൽ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.